കറക്റ്റായിട്ട് എങ്ങനെയാണ് നമ്മൾ ഐബ്രോസ് ലൈൻ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഏത് കളർ ഷെയ്ഡാണ് ബെറ്റർ ആയിട്ടുള്ളത്, ഏത് ഷെയ്ഡാണ് ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് തരുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ബ്രൗണും ആൻഡ് പിന്നെ ബ്ലാക്ക്, ഇത് ഡാസ്ലറിൻ്റെ ബ്രൗൺ ആണ്. അപ്പോൾ നമുക്ക് ഐബ്രോസ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കും. ബ്ലാക്ക് പെൻസിൽ വെച്ചിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാതെ ഈ ഒരു സ്പേസിൽ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. വളരെ ലൈറ്റായിട്ട് വേണം എഴുതി കൊടുക്കാൻ. കോംബ് ചെയ്ത് സെറ്റ് ചെയ്യാം. ഈ ഐബ്രോ റെഡി ആക്കിയിട്ടുണ്ട്. ഇതിൽ ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്യാൻ പോകുന്നതാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കോംബ് ചെയ്ത് നമുക്ക് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ബ്ലാക്ക് ഐബ്രോ പെൻസിൽ വെച്ച് ലൈൻ ചെയ്തത് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ, അത് ലൈൻ ചെയ്തതുപോലെ തന്നെ തോന്നുന്നുണ്ട്. ഇതിനൊരു നാച്ചുറൽ ലുക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്നാൽ നമ്മൾ ബ്രൗൺ ഷെയ്ഡ് വെച്ച് ഐബ്രോ ലൈൻ ചെയ്തതിൽ പക്ക നാച്ചുറലായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അതായത് എക്സ്ട്രാ വരച്ച പോലൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതായത് ബ്രൗൺ ഷെയ്ഡാണ് നമുക്ക് ഓൾവേസ് നമ്മൾ ചൂസ് ചെയ്യേണ്ട ഒരു കളർ ഐബ്രോ ലൈൻ ചെയ്യാൻ. അപ്പം ഇനി ബ്ലാക്ക് യൂസ് ചെയ്യാതെ നിങ്ങൾ മസ്റ്റായിട്ടും ബ്രൗൺ ഒന്ന് യൂസ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ബൈ.